നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത പേരാമ്പ്രയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ടോറസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ദേശീയപാത പേരാമ്പ്രയിൽ ഗതാഗതം സ്തംഭിച്ചു. മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സും പ്രകടനവും നടത്തി. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ 24ാമത് വാർഷിക പൊതുയോഗവും സിൽവർ ജൂബിലി ആഘോഷവും സംയുക്തമായി സെപ്റ്റംബർ 28 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ 3 ദിവസമായി നടത്തുന്ന ഇൻഫിനിയ 2.0ക്ക് തുടക്കമായി. തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത പേരാമ്പ്രയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ടോറസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ദേശീയപാത പേരാമ്പ്രയിൽ ഗതാഗതം സ്തംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്തായിരുന്നു അപകടം. പാലക്കാട് നിന്നും നെല്ലുമായി കാലടിയിലേക്ക് പോയ ലോറി തകരാർ മൂലം റോഡിൽ നിർത്തിയിട്ടതായിരുന്നു. ഇതിന് പുറകിലാണ് ഇതേ ദിശയിൽ വന്ന ടോറസ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നെല്ല് ലോറി മറിഞ്ഞു. ടോറസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. ഇതേ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. എറണാകുളം ഭാഗത്തേക്ക് സർവീസ് റോഡ് വഴിയും കൊടകരയിൽ നിന്ന് ആളൂർ വഴിയും പോലീസ് ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയത്. 12 മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിപിക്കുമെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സും പ്രകടനവും നടത്തി. കോടാലി സെൻറ്ററിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങരാൽ മേഖലാ സെക്രട്ടറി PS ചിത്ര അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സരിത രാജേഷ്, കൊടകര ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ, ആശ ഉണ്ണികൃഷ്ണൻ, അശ്വതി വിബി, ഗിരിജ സദാനന്ദൻ, ദിവ്യ സുധീഷ്, സുനിത ബാലൻ എന്നിവർ സംസാരിച്ചു. ഒരു സന്ദർഭമാണത്. ഇത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ പ്രസിഡന്റ് വനിതയാണ് എന്നുള്ളത് കൊണ്ട് അധിക്ഷേപിക്കാൻ കരുത്ത് കാണിച്ച മറ്റൊരു വ്യക്തിയെയോ പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളുടെ ചെലവിൽ അങ്ങനെ അയാൾ ഷൈൻ ചെയ്തു പോകേണ്ടതില്ല. അതാണ് അതിന്റെ സത്യം. ഈ ഒരു പ്രവണതയ്ക്കെതിരെ അതിശക്തമായി പ്രതിരോധിക്കണം. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി വനിതകൾ കടന്നു വരുന്നു എന്നുള്ളത്, പഞ്ചായത്ത് ജനപ്രതിനിധികളായി ത്രിതല പഞ്ചായത്തിലും ഭരണസമിതിയിലുമൊക്കെ പാർലമെന്ററി രംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വന്നത്. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ 24ാമത് വാർഷിക പൊതുയോഗവും സിൽവർ ജൂബിലി ആഘോഷവും സംയുക്തമായി സെപ്റ്റംബർ 28 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പൊതുയോഗം ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത് അധ്യക്ഷത വഹിക്കും. തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജൂബി T കുര്യാക്കോസ് ചികിത്സാ സഹായ വിതരണവും, മുൻ MLA TU രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും, ITU ബാങ്ക് ചെയർമാൻ MP ജാക്സൺ 2023-24 വർഷത്തെ ലാഭവിഹിത വിതരണവും ടോക്കൺ വിതരണവും നടത്തും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത്, സെക്രട്ടറി ഷാജു വാഴപ്പള്ളി എന്നിവർ പങ്കെടുത്തു. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്ക് തുടങ്ങിയിട്ട് 25 വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആണ് ഞങ്ങൾ സിൽവർ ജൂബിലി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. ഇത് 24ാമത് വാർഷിക പൊതുയോഗം. നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം. 24 വർഷമായിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ
ഇതുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസരത്തിൽ 25 വർഷം എന്ന ഈ സിൽവർ ജൂബിലി കാലഘട്ടത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാനാണ്. അധ്യക്ഷത വഹിക്കുന്ന ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പനാങ്കാലത്താണ്. അതിൽ ചടങ്ങിൽ ജോയിൻ്റ് HR ശ്രീമതി ജൂബി ടി കുര്യാക്കോസ്, അസിസ്റ്റൻ്റ് HR രാജി AJ, പിന്നെ രാഷ്ട്രീയ പ്രമുഖരായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, TU രാധാകൃഷ്ണൻ, MP ജാക്സൺ എന്നിവരെല്ലാം ഇതിൽ പല ചടങ്ങുകളിലേക്കായിട്ട് എത്തിച്ചേരുന്നുണ്ട്. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന IEEE വിദ്യാർത്ഥി ശാഖയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി നടത്തുന്ന ദേശീയതല ഫ്ലാഗ്ഷിപ്പ് പരിപാടിയായ ഇൻഫിനിയ 2.0 ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ സാങ്കേതിക നൈപുണികളും വ്യവസായ വൈശിഷ്ട്യവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സങ്കല്പങ്ങൾക്കും സാങ്കേതികതയ്ക്കും അപ്പുറം എന്ന ആപ്തവാക്യവുമായി മുന്നോട്ടു പോകുന്ന പരിപാടിയിൽ രാജ്യത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായി 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ ആൻറ്റോ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ IEEE കേരള സെക്ഷൻ ചെയർപേഴ്സൺ ഡോക്ടർ BS മനോജ് മുഖ്യാതിഥിയായിരുന്നു. സഹൃദയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രാംകുമാർ S മുഖ്യപ്രഭാഷണം നടത്തി. IEEE റീജിയൺ 10 ഏരിയ കോർഡിനേറ്റർ ഡോക്ടർ മിനി ഉലനത്ത്, ബ്രാഞ്ച് കൗൺസിലർ അനിൽ ആൻ്റണി, ബ്രാഞ്ച് ചെയർപേഴ്സൺ വിഷ്ണു ഗോപാൽ എന്നിവർ സംസാരിച്ചു. 10-ലധികം വ്യാവസായിക സ്ഥാപനങ്ങളുടെയും 20-ൽ പരം ആദരണീയ പ്രഭാഷകരുടെയും സഹകരണത്തോടെ നടത്തപ്പെടുന്ന പരിപാടിയിൽ UI, UX, ഏജറ്റിക്സ് AI, ഇലക്ട്രിക് വാഹനങ്ങൾ, ഡ്രോൺ സാങ്കേതികവിദ്യ, FPGA, പ്രോട്ടീൻ ടെസ്റ്റിംഗ് എന്നീ വിഷയങ്ങളിൽ സാങ്കേതിക ശില്പശാലകളും മറ്റു പരിശീലന കളരികളും സംഘടിപ്പിക്കും. ഇതിനു പുറമെ വിവിധ വ്യവസായ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഒന്നിക്കുന്ന പാനൽ ചർച്ച, ഇങ്കർ റോബോട്ടിക്സിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ടെക് റോബോ എക്സ്പോ, സ്പിൻ എക്സുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഡ്രോൺ ഗെയിംസ്, IEEE ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇൻഡസ്ട്രിയൽ വെഹിക്കിൾ എക്സ്പോ എന്നിവയും മുഖ്യ ആകർഷണങ്ങളാണ്. This is my first visit to Sahardaya College of Engineering. Even though I have been hearing about the college for a very long time, as one of the earliest and the best colleges among the engineering colleges in Kerala. തൃക്കൂർ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ പുതിയ കെട്ടിടം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 95 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. 2 നിലകളിലുള്ള കെട്ടിടത്തിൽ ക്ലാസ് മുറികളും മറ്റ് ആധുനിക സൗകര്യങ്ങളുമുണ്ട്. ഇതോടൊപ്പം സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം മായ രാമചന്ദ്രൻ, പ്രധാനാധ്യാപിക L ജസീമ, PTA പ്രസിഡന്റ് അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേവി ഭാഗവത നവാഹ യജ്ഞം തുടരുന്നു. 6-ാം ദിവസമായ വെള്ളിയാഴ്ച മഹാസരസ്വതി ദേവിക്കാണ് സമർപ്പണം. വായനയ്ക്ക് സമിതി ചുമതലക്കാരായ ശോഭന രാമചന്ദ്രൻ, സിന്ധു രാജസുന്ദരം, ശ്രീമതി ജയമോഹനൻ, പ്രസന്ന അന്തർജനം എന്നിവർ നേതൃത്വം നൽകി. കാവിൽ സാവിത്രി അമ്മയാണ് ഇന്നത്തെ ഭാഗം വായിച്ചു നൽകിയത്. കുടുംബശ്രീ തുടക്കം കുറിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ചരിത്രം കുറിക്കുന്ന വിജയഗാഥകളാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ. തൃശൂർ ജില്ലയിലെ 49 കുടുംബശ്രീ CDSകൾക്കുള്ള ISO പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സർക്കാർ നിലവിൽ വന്നപ്പോൾ ആദ്യം കൈക്കൊണ്ട നടപടി അതിദരിദ്രരെ കണ്ടെത്തി അതിദാരിദ്ര്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്നതായിരുന്നു. അവരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ച ഒരേയൊരു പേര് കുടുംബശ്രീയുടെയും. ലോകത്തിന് മാതൃകയാകുന്ന അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നവംബർ 1-ന് കേരളം മാറും. ഇത്തരത്തിൽ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുന്ന മാതൃകാ പ്രസ്ഥാനമായി കേരളത്തിൽ കുടുംബശ്രീ മാറി. ഏഷ്യയിലെ തന്നെ വലിയ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കുടുംബശ്രീക്ക് കൂടുതൽ അവസരങ്ങളും സാധ്യതകളുമാണുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ സ്വാഗതവും കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK പ്രസാദ് നന്ദിയും പറഞ്ഞു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം KR ജോജോ, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, കൗൺസിലർ റെജി ജോയ്, കില സീനിയർ മാനേജർ K ശ്രീരിഷ, ലീഡ് കോർഡിനേറ്റർ CM പ്രേമാനന്ദ്, CDS ചെയർപേഴ്സൺമാരായ സത്യഭാമ വിജയൻ, രജുല കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ ചർച്ചകൾ വന്നു. ഏതെങ്കിലും വിധത്തിലുള്ള വിരോധമില്ലാതെ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രീണനമില്ലാതെ സർക്കാർ കരുതുന്നത് പോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരെ കണ്ടെത്താൻ ഏത് ഏജൻസി ഉണ്ട് കേരളത്തിൽ? ഏതു സംവിധാനത്തെ ഏൽപ്പിക്കാൻ പറ്റും? അത്രയും സ്വതന്ത്രവും നിഷ്പക്ഷവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലേക്ക് പകർത്തി പുസ്തകങ്ങളിൽ അക്ഷരങ്ങളാക്കി അതിദരിദ്രരെ മാറ്റുക എന്ന ലോകത്തിലൊരു ഗവൺമെൻറ് നടത്തുന്ന ആദ്യത്തെ പ്രവർത്തനങ്ങളുടെ വഴിമരുന്നിടാൻ ആര്? കേരളത്തിലെ ക്യാബിനറ്റിനോ കേരളത്തിൻ്റെ നിയമസഭയ്ക്കോ ഒരു മിനിറ്റ് പോലും ചർച്ച ചെയ്യേണ്ടി വന്നില്ല, ആലോചിക്കേണ്ടി വന്നില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടി വന്നില്ല. അങ്ങനെ അതിദരിദ്രരെ കണ്ടെത്താൻ കേരളത്തിൽ പറ്റുന്ന ഒരേയൊരു ഏജൻസി ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ കുടുംബശ്രീ ആയിരിക്കണം എന്ന് ആദ്യത്തെ കേരളത്തിലെ ഗവൺമെൻറ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചാലക്കുടി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കോൺഗ്രസ് നേതൃത്വം അനധികൃതമായി വോട്ടുകൾ ചേർക്കുന്നതായി BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നഗരസഭയിലെ ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ വ്യാപകമായി വോട്ടുകൾ ചേർക്കുന്നതെന്നാണ് ആരോപണം. നഗരസഭയിലെ 11, 15, 37 വാർഡുകളിലാണ് നഗരസഭയിലെ ഭരണസ്വാധീനം ഉപയോഗിച്ച് കോൺഗ്രസ് പാർട്ടി നൂറുകണക്കിന് വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. നഗരസഭയിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് തൃശൂർ ജില്ലാ റീജിയണൽ ജോയിന്റ് ഡയറക്ടർക്ക് BJP മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയതായും BJP നേതാക്കൾ അഭിപ്രായപ്പെട്ടു. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ TV ഷാജി, മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി, ഭാരവാഹികളായ PT ജോസ്, TP ജോണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യഥാർത്ഥത്തിൽ ചെയ്യുന്നത് 1399 ഈ ജോഫിൻ ഫ്രാൻസിസ്, ഇതിലും നമുക്ക് കാണാം ജോഫിൻ ഫ്രാൻസിസ്. ആളിപ്പോ നിലവില് കോടശ്ശേരി പഞ്ചായത്തിലെ മെമ്പറാണ്. ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഈ ചർച്ചകളൊക്കെ നടന്നതിന് ശേഷമാണ് ഇത് ചർച്ചകൾ. അപ്പോ ഒരു വശത്ത് ഇതിനെയൊക്കെ വലിയ രീതിയിൽ വാർത്താ സമ്മേളനങ്ങളും വലിയ ഇതൊക്കെ നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. മറുവശത്ത് ഇതിന്റെ യഥാർത്ഥ വോട്ട് ചെയ്ത് ചെയ്യുന്ന ആളുകൾ കോൺഗ്രസ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,530 രൂപ, പവന് 84,240 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത പേരാമ്പ്രയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ടോറസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ദേശീയപാത പേരാമ്പ്രയിൽ ഗതാഗതം സ്തംഭിച്ചു. മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സും പ്രകടനവും നടത്തി.
മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ 24ാമത് വാർഷിക പൊതുയോഗവും സിൽവർ ജൂബിലി ആഘോഷവും സംയുക്തമായി സെപ്റ്റംബർ 28 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ 3 ദിവസമായി നടത്തുന്ന ഇൻഫിനിയ 2.0ക്ക് തുടക്കമായി. തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.